അങ്ങനെ നമ്മൾ അടുത്ത വീക്കൊക്കെ എത്തി. അപ്പോൾ ഈ ഒരു വീക്കിൽ ഓൾമോസ്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുവിധ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. പിന്നെ ഈ പുട്ടുപൊടി, അരി, അങ്ങനത്തെ കുറച്ച് അച്ചാർ അതൊക്കെ തീരാനായിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു മലയാളി ഷോപ്പിൽ പോയിട്ട് നമുക്കിത് അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം. നല്ല ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടാണ്. മഴയുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്, ചില ടൈമിൽ തണുപ്പില്ലാണ്ടുണ്ട്. ഇങ്ങനെ 2 ജാക്കറ്റ്സാണുള്ളത്. ഒന്ന് ഫുള്ളി കവേർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോർമലി യൂസ് ചെയ്യുന്നത് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ജാക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. കൈയൊക്കെ നല്ല രീതിയിൽ ഫ്രീസ് ആവും. ഞാനിവിടുത്തെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് കാണിച്ചു തരാം. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇങ്ങനത്തെ ബസ് ഉണ്ടാകുമ്പോൾ എപ്പോൾ ഞാൻ മുകളിൽ തന്നെ കയറിയിരിക്കൽ. ബ്ലാൻഡേർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മലയാളി ഷോപ്പും വരുന്നത്. ഇവിടുന്ന് ആകെ ഒരു 10 മിനിറ്റേ പോകാനുള്ളൂ. കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഇതിലൂടെ നടന്ന് പോവുകയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നടന്നാൽ മതി. ഇവിടെ മൂക്കെല്ലാം ചോന്ന് കൈയെല്ലാം മരവിച്ച് പണിയാവും. പക്ഷേ ഞാനിപ്പം ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇട്ടിട്ടില്ല, വേണ്ടത് നോക്കിയിട്ട് ഇടണം. ഷോപ്പിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ. അതുമാത്രമല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് അടിപൊളി ക്ലൈമറ്റാണ്. അത്യാവശ്യം കൈയൊക്കെ മരവിച്ച് തുടങ്ങി, കണ്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പില്ലേ, അത് ആ കാണുന്ന ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വേണം ബസ് കയറാനായിട്ട്. നല്ല തണുപ്പാണ്. ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് 2 ഡിഗ്രി സെൽഷ്യസാണ്. പക്ഷെ നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. ഇതാ സാധനം വാങ്ങിച്ചത് ഇങ്ങനെ പിടിക്കണം. കുറച്ച് ബാഗിലുണ്ട്. മൊത്തം 15 പൗണ്ടിനാണ് സാധനം വാങ്ങിച്ചത്. 15 പൗണ്ട് എന്ന് പറയുമ്പോൾ 1500 പ്ലസ് ഉണ്ടാവും. അതിന് അത്യാവശ്യം വർക്കിന് പോകുമ്പോൾ ഇടാനുള്ളതും പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ളതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. ബസ് സ്റ്റോപ്പിൽ എത്തി വെയിറ്റ് ചെയ്യുന്നു. ലിഡിലൊരു ഏഷ്യൻ സ്റ്റോറാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടും. മത്തിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ലിഡിലിൽ താരതമ്യേന റേറ്റ് നല്ല കുറവാണെന്നുള്ളത് റൂംമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇതുവരെ ഇവിടെ വരാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക. ഇതിൽ കൊഞ്ചൊക്കെ ഉണ്ട്, കാണുന്നില്ലേ. ഇതാണ് മത്തി, സാർഡിൻസ്. മൊത്തം ക്രിസ്മസിൻ്റെ പ്രൊഡക്ട്സാണ് കൂടുതലുള്ളത്, കണ്ടോ. ഇവിടുന്ന് വേഗം പോകണം. നല്ല തണുപ്പുണ്ട്. എൻ്റെ മൂക്കെല്ലാം ചോന്ന് പണിയായിട്ടുള്ളത്. നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സെൽഫ് ചെക്കൗട്ട്. ടോട്ടൽ നമുക്ക് 6 പൗണ്ടായത്. അപ്പോൾ അത് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തണുപ്പ് കൂടി. ആകെ ഇവിടെ 4 മണി പോലും ആയിട്ടില്ല, പക്ഷെ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കൂടി ഞാൻ ഹാൻഡ് ഗ്ലൗസിൽ എടുത്തിട്ട്
ഇനിയിപ്പം റൂമിൽ പോയിട്ട് സാഡേ മത്തി ഫ്രൈയും ചോറും തിന്നാൻ കുറച്ചിരിക്കണം. മലയാളി ഷോപ്പിൽ പോകാനൊന്നും പറ്റൂല, കാരണം അങ്ങനത്തെ ക്ലൈമറ്റാണ്. ഇത് കുറച്ച് നല്ലതാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ മലയാളി ഷോപ്പിലും കൂടെ പോയി അതങ്ങ് തീർക്കേനു. ഇനി അത് നടക്കില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞ്. നേരെ കാണുന്ന വലതു ഭാഗത്തുള്ളതാണ് നമ്മുടെ ബിൽഡിങ്. പക്ഷെ ഇന്നത്തെ ഔട്ടിങ് കൊള്ളാം. കുറച്ച് സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. വീട്ടിലെത്തി ഫുഡെല്ലാം കഴിഞ്ഞ് ഈ ജാക്കറ്റ് എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അന്നത്തെ പരിപാടി കഴിഞ്ഞു.